വിശുദ്ധനാമന്തോനീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാമന്തോനീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രത്യേകമായി നമ്മുടെ ഓരോ ആവശ്യങ്ങളും വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ നടത്തിത്തരണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കുറേ ആവശ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, ജോലിയെ ഓർത്ത് ഓരോ ആവശ്യങ്ങളും നമുക്കുണ്ട്. അതൊക്കെ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വിളിച്ചാൽ വേളി കേൾക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. വിശുദ്ധ അന്തോണീസ് പുണ്യവാനിലൂടെ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ഇടവകയിലേക്കും ഈ ഇടവകയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും ചൊരിയുന്നുണ്ട്. ഒത്തിരി മക്കൾ കണ്ണീരോടുകൂടെ പറയുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടന്നു കിട്ടിയിട്ടുണ്ട് അച്ഛാന്ന്. കഴിഞ്ഞ ദിവസം ഒരു മകൾ വന്ന് അവിടെ ഒരു സാക്ഷ്യത്തിനായിട്ടൊരു പേപ്പർ എഴുതി തന്നത് ഇങ്ങനെയാണ്: അച്ഛാ, ഞാൻ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം എൻ്റെ പരീക്ഷ പാസ്സാക്കി തന്നു. ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയാണ് ഞാൻ പരീക്ഷ പാസ്സായാൽ അത് സാക്ഷ്യമായിട്ട് എഴുതി തന്നോളാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അച്ഛാ ഞാനത് പേപ്പറിൽ എഴുതി തരിക. കഴിഞ്ഞ ദിവസം വന്ന് ആ മകളെ എഴുതി തന്നിട്ട് പോയതാ. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, ഒത്തിരി അനുഗ്രഹങ്ങൾ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ വഴി നമ്മുടെ ഇടവകയിലേക്കും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്കും തമ്പുരാൻ ചൊരിയുന്നുണ്ട്. വിളിച്ചാൽ വീള് കേൾക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക എന്നുള്ള ചിന്തയുണ്ടാകട്ടെ. നമ്മുടെ നിയോഗങ്ങൾ ഓർക്കാം, നമ്മുടെ വേദനകൾ ഓർക്കാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ച്, UK എന്നാണ് വിളിക്കുക. പുള്ളി എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബിലെ വീഡിയോ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേന എല്ലാ ചൊവ്വാഴ്ചയിലും ചൊല്ലി പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസം UK ആ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, എൻ്റെ ജോലി മേഖലയിൽ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. ഞാൻ എന്നും വേദനിച്ചുകൊണ്ടാണ് ജോലി മേഖലയിലേക്ക് പോവുക. പക്ഷേ അച്ഛൻ്റെ നൊവേനയിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കും. അച്ഛൻ ഈ നിയോഗം പറഞ്ഞ് വെക്കണമെന്ന് പറയുമ്പോൾ നൊവേനയ്ക്ക് മുൻപായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, സങ്കടങ്ങളുണ്ടെങ്കിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അച്ഛാ എൻ്റെ ഈ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 9 നൊവേന ഞാൻ അങ്ങനെ ചൊല്ലി കാഴ്ചവെച്ച് കഴിഞ്ഞപ്പോഴേക്കും 10ാമത്തെ നൊവേന ചൊല്ലി എൻ്റെ ജോലി സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടെ ആയിരിക്കാൻ, അല്ലെങ്കിൽ എന്നും വഴക്കും ദേഷ്യവും ബോസിൻ്റെ ശകാരവാക്കുകളും ഒക്കെ കേട്ട് ഒരു സന്തോഷത്തോടെ അല്ല അച്ഛൻ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നേ. വല്ലാത്ത മാനസിക സമ്മർദ്ദമായിരുന്നു എനിക്ക്. ഇപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. പുണ്യവാനോട് പ്രത്യേകമായിട്ട് നന്ദി. പുള്ളി എൻ്റെ നമ്പർ കിട്ടാഞ്ഞിട്ട് തിരഞ്ഞു പിടിച്ചിട്ടാണ് എന്നെ വിളിക്കുക. ഗൂഗിളിലൊക്കെ തപ്പി നോക്കി നമ്പർ കണ്ടെത്തി എന്നെ വിളിച്ചതാ. ഒത്തിരി നന്ദി പറഞ്ഞു ആ സഹോദരൻ. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പുണ്യവാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചവരാരും വെറുതെയായി പോയിട്ടില്ല. അവരുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടാതിരുന്നിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വേദനകൾ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം. പുണ്യവാനെ, എൻ്റെ എല്ലാ ആവശ്യങ്ങളും വേദനകളും നടത്തിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനോടുള്ള ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആത്മീയവും അത്ഭുതങ്ങളാലും ജീവിതാർത്ഥ തന്നെ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രേക്ഷിതനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ നാമത്തിലും സുഖസമ്മതമായ ജീവിതത്താൽ അങ്ങയെ സംപ്രീതനാക്കിയ വിശുദ്ധ അന്തോണീസിന്റെ വാസസ്ഥയിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവ്വം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിശുദ്ധമാവുകയും വേദപുസ്തക പഠനത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയെ തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസെയും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ സംപ്രീതനായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ പിതാവിലുള്ള ദൃഢമായ വിശ്വാസത്താലും സജീവമായ ശരണത്താലും
ജീവിതത്തെ ധന്യമാക്കുകയും പരസ്യ പ്രാർത്ഥനകൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ, ദൈവിക പുണ്യങ്ങളിലും സുവിശേഷ സ്തുതികളിലും അടുത്ത വാഴ്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ വിളങ്ങിയിരുന്ന ദാരിദ്ര്യാരൂപിയും ജീവിതാളിത്യവും ഞങ്ങളിൽ വളരുവാൻ ഇടവരുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവികദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ, രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവ്വം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും മറ്റുള്ളവരുടെ ആശ്വാസത്തിന് അധ്വാനിക്കുവാനും ദിനരാത്രങ്ങൾ ചെലവഴിച്ച വിശുദ്ധ അന്തോനീസേ, വിശ്വാസം മാത്രമെതിരായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് ഉൾക്കൊള്ളുവാനുമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അപകടങ്ങൾ ചെയ്യുന്ന യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാശിസുകളുടെ ആശാകേന്ദ്രവുമായ അങ്ങ് ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങളെ ആശുപത്രി അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമ്മുടെ ആവശ്യങ്ങളും വേദനകളും സമർപ്പിക്കേണ്ട നിമിഷമാണിത്. നമുക്കെല്ലാവർക്കും തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരിക്കാം. നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നിരവധിയായ ആവശ്യങ്ങളുണ്ട് നമുക്ക്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ അച്ഛ, എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുക. ഈ അപേക്ഷ സ്വീകരിക്കണമേ. പ്രത്യേകമായിട്ട് എൻ്റെ മകൻ പഠനത്തിൽ വളരെ ഉഴപ്പനാണ്. പഠിക്കാനും താല്പര്യമില്ല. എന്നും കളിയായിട്ടാണ് നടക്കുന്നത്. അവന് നന്നായിട്ട് പഠിക്കാനുള്ള കൃപ നൽകി, 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് നൽകി അവനെ അനുഗ്രഹിക്കണമേ എന്നും നല്ലൊരു മകനായിട്ട് ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്നും അച്ഛൻ പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പേര് എഴുതിയിട്ടുണ്ട്, പേര് അച്ഛൻ വായിക്കുന്നില്ല. പ്രത്യേകമായിട്ട് ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ മകൾക്കും കൊച്ചുമകൾക്കും പ്രത്യേകിച്ച് എൻ്റെ മകന് വേണ്ടിയും പ്രാർത്ഥിക്കണം. മകൻ്റെ വിവാഹം നടക്കുന്നതിനും രോഗങ്ങൾ മാറുന്നതിനും കടബാധ്യത തീരുന്നതിനും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം വെച്ച് അച്ഛൻ പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൻ്റെ എല്ലാ വേദനകളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ അച്ഛ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഒത്തിരി അസ്വസ്ഥതകളിലൂടെയാണ് എൻ്റെ കുടുംബം കടന്നു പോവുക. ക്യാൻസർ എന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സങ്കടമാണ്. എൻ്റെ മക്കൾക്ക് ആരുണ്ട് എന്നുള്ള ചിന്തയാണ് എപ്പോഴും. എൻ്റെ കുടുംബം ഇതുമൂലം ഒത്തിരി തകർന്നിരിക്കുന്നു. ഈ ക്യാൻസർ രോഗത്തിൽ നിന്നും അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാവിധത്തിലുള്ള നന്മകളും നൽകി രോഗസൗഖ്യം നൽകി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്നും എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പേര് സന്തോഷ്. എൻ്റെ മകൻ ഒരു ബിസിനസ് നടത്തി ലക്ഷക്കണക്കിന് രൂപ കടം കയറി ഒത്തിരി അസ്വസ്ഥതയെ അനുഭവിക്കുകയാണ്. അവന് 2 മക്കളുണ്ട്. കടബാധ്യതയിലാണ് കുടുംബം മുഴുവൻ. നാട്ടുകാരും വീട്ടുകാരും വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാൻ പാടില്ല. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം യാചിക്കുന്നു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. ആ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും വേദനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ അസ്വസ്ഥതകളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നിഷ എന്ന മകളാണ്. ഇതൊരു പോസ്റ്റ് വഴി വന്നൊരു ലെറ്ററാണ് കേട്ടോ. ഒരു കവറിൽ വന്നൊരു ലെറ്ററാണ്. ഞങ്ങളുടെ കുടുംബം കടഭാരത്താൽ വലയുകയാണ്. ഞാനും എൻ്റെ കുടുംബവും ചേർന്ന് ചെറിയൊരു ബിസിനസ് നടത്തുകയായിരുന്നു. ഒത്തിരി അസ്വസ്ഥതകളാണ് ബിസിനസ്സിൽ.
ഉദ്ദേശിച്ച പോലെ പല കാര്യങ്ങളും നടക്കുന്നില്ല, വരുമാനമാണെങ്കിൽ കിട്ടുന്നില്ല. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അകറ്റി ഞങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനും മക്കളുടെ വിദ്യാഭ്യാസം ഒത്തിരി സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകുവാനും, ഭർത്താവിന് പല അസ്വസ്ഥതകളുണ്ട്, അതെല്ലാം മാറി രോഗസൗഖ്യത്തിനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരണമേ. എൻ്റെ പേര് ജോഷിനി. ഭർത്താവിന് സ്വന്തമായിട്ട് ഒരു കൊറിയർ ബിസിനസ്സാണ് ആരംഭിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞാൻ പലതവണയായി കേട്ടക്കിൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അടുത്ത പ്രാവശ്യം പരീക്ഷ എഴുതുമ്പോൾ അതിൽ വിജയം നൽകുവാനും അതിൽ നല്ല മാർക്കോട് കൂടി പാസ്സാകാനും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. എനിക്ക് സൈനിറ്റൈസേഴ്സിൻ്റെ തലവേദനയാണ്, മരുന്നുകൾ കഴിക്കുന്നുണ്ട്, സുഖം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിൽ ഒത്തിരി അസ്വസ്ഥതകളാണ്, ബിസിനസ്സിൻ്റെ പ്രശ്നവും കുടുംബത്തിൻ്റെ കടബാധ്യതയും ഒക്കെ ആകുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെയാണ് എൻ്റെ കുടുംബം കടന്നു പോവുക. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൻ്റെ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിളിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഈശോയോട് പറഞ്ഞ് ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരണമേ. ഞാൻ ജിൻസി, ഒരു ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന സഹായം ചോദിക്കുക. ഒരു ജോലിയില്ലാതെ മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ കുടുംബത്തിന് കഴിയുകയില്ല. കുഞ്ഞുമക്കളുടെ പഠനവും എല്ലാ കാര്യങ്ങളും കൂടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ എല്ലാ കാര്യങ്ങളും മാറ്റി എനിക്കൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമേ എന്നും എൻ്റെ മക്കൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കൃപകൾ നൽകണമേ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഈ ഉള്ളവൻ്റെ പ്രാർത്ഥന നടത്തി തരണമേ. ഷീജ എന്ന് പറഞ്ഞൊരു സഹോദരിയാണ്. എൻ്റെ കുടുംബത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്, സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഭർത്താവിനാണെങ്കിൽ അസുഖമാണ്, ക്യാൻസറാണ്. ഭർത്താവിൻ്റെ അസുഖം മൂലം കുടുംബം ഒത്തിരി കടബാധ്യതയിലൂടെയാണ് കടന്നു പോവുക. ചികിത്സിക്കാൻ പണമില്ലാത്തൊരവസ്ഥ, വീട്ടിലാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് വിറ്റ് കിട്ടിയാലാണ് ഇനി മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കുക. ആ പ്രോപ്പർട്ടി വിറ്റ് പോകുവാനും സന്തോഷത്തോടു കൂടെ ജീവിക്കുവാനും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. ആ കുടുംബത്തിൻ്റെ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞുമകളാണ്. എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. നന്നായിട്ട് പഠിക്കാനും മറന്നു പോകുന്നത് മാറുവാനും ക്ലാസ്സിൽ ശ്രദ്ധിക്കുവാനും അലസത ഒഴിവാക്കി നന്നായിട്ട് പഠിക്കാനുള്ള കൃപ എനിക്കും എൻ്റെ ചേച്ചിക്കും തരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നൊരു കുഞ്ഞുമകൾ എഴുതി വച്ചിരിക്കുന്നതാണ്. പ്രത്യേകമായിട്ട് ആ മകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മാനസിക അസ്വസ്ഥ മൂലം കഴിയുന്ന ഉഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി വേദനകളാണ് കുടുംബത്തിന്. കൂടാതെ 2 ആൺമക്കൾ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹത്തിന് ഒരുങ്ങുന്നില്ല. ഈ മക്കൾ വിവാഹം കഴിക്കുവാനും നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. ആ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ആ മക്കളെ സമർപ്പിക്കുകയും ചെയ്യാം. നമ്മുടെ ഇടയിലുണ്ട് വിവാഹം നടക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാൻ ആര്യ, എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് പഠിക്കാനുള്ള കൃപ നൽകണം. പഠിച്ചിട്ടാണെങ്കിൽ മനസ്സിലാകുന്നില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കാനും സാധിക്കുന്നില്ല. നല്ലൊരു മകളായി ജീവിക്കുവാനും പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാനും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ആ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ മകളുടെ അസ്വസ്ഥതകൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞാൻ വിമൽ. എനിക്ക് ഷുഗർ, ഫിക്സ്, കണ്ണിന് കാഴ്ചക്കുറവ് ഇതെല്ലാം അനുഭവിക്കുന്ന ആളാണ്. എൻ്റെ ഈ അസുഖങ്ങളെല്ലാം മാറിത്തരുന്നതിന് വേണ്ടിയും എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറ്റിത്തരുന്നതിന് വേണ്ടിയും പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ആ മകൻ്റെയും ആ മകൻ്റെ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഹസ്ബൻഡ് ആർമിയിലാണ്. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച ആളാണ്. എൻ്റെ അമ്മായിയമ്മയ്ക്ക് എപ്പോഴും എന്നോട് ദേഷ്യമാണ്. എന്നെ അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല.
ഹസ്ബൻഡ് ലീവിന് വരുമ്പോൾ കുഴപ്പമില്ല, തിരിച്ചു പോകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ. ഹസ്ബൻഡിൻ്റെ കൂടെ താമസിക്കുവാൻ എന്നെ സമ്മതിക്കുന്നില്ല. പുറത്തോട്ട് ജോലി നോക്കാൻ പറഞ്ഞ് എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യും. ഹസ്ബൻഡിൻ്റെ ഫ്യൂച്ചർ ബൈപ്പോളാർ ഡിസോർഡറൊക്കെ ഉണ്ട്. ഹസ്ബൻഡിൻ്റെ ഫാദറിന് ബൈപ്പോളർ ഡിസോർഡറൊക്കെ ഉണ്ട്. അച്ഛൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ മാറി ഞാനും അമ്മയും സ്വസ്ഥതയോടെ കൂടെ ജീവിക്കുവാനും എൻ്റെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുവാനും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും 1000 നന്ദി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അപ്പനും അമ്മയും 2 ആൺകുട്ടികളും ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. 2019 ഡിസംബർ മാസത്തിൽ വേളാങ്കണ്ണി പള്ളിയിൽ പോയി യാത്രാമധ്യേ വണ്ടി ആക്സിഡൻറ്റിൽപ്പെട്ട് എൻ്റെ മാതാപിതാക്കൾ ഉടനെ മരിച്ചുപോയി. ഒത്തിരി സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് എൻ്റെ കുടുംബം കടന്നു പോവുക. 2 മക്കൾ കെവിൻ, നെവിൻ, ഇവർ 2 പേരും വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു. കെവിൻ മൂത്ത മകനായിരുന്നു. അവൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. 2 മക്കളെയും കർത്താവ് തൻ്റെ ആണിപ്പാടേറ്റ കരം സ്പർശിച്ച് സൗഖ്യമാക്കി. ഇന്ന് 2 പ്രിയ മക്കളും പഠിക്കാൻ വേണ്ട കൃപ നൽകിയിരിക്കുന്നു. ഇപ്പോൾ കെവിനെ TTC പരീക്ഷയ്ക്ക് പഠിക്കാൻ ലഭിച്ചു. നെവിൻ +2 പഠിക്കുന്നു. ഇവർ പഠിച്ച് ഒരു ജോലി ലഭിക്കുന്നതിനും യുവത്വത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും ഇവർ 2 പേരും സന്തോഷത്തോടു കൂടി ആയിരിക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട മക്കളായിട്ട് ജീവിക്കുവാനും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണമേ. ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ 2 മക്കൾക്കും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപേക്ഷ എഴുതുക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെ വിട്ടുമാറാത്ത തുമ്മലും ജലദോഷവും മാറുന്നതിനും നല്ല ജീവിതം നയിക്കുന്നതിനും വിദ്യാഭ്യാസ പുരോഗതി, അതോടൊപ്പം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണമേ. 40 വയസ്സുള്ള ജോസ് എന്ന എൻ്റെ സഹോദരൻ്റെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ ഷോൾഡർ വേദന കുറയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എനിക്ക് വേണ്ടി അച്ഛ പ്രാർത്ഥിക്കണം. എൻ്റെ വിട്ടുമാറാത്ത തലവേദന മൂലം ഭയങ്കര അസ്വസ്ഥതയാണ്. എനിക്ക് മുന്നോട്ട് ജീവിക്കാനും എന്നും ബുദ്ധിമുട്ടാണ്. ചികിത്സകളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല. അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. ഒരു സഹോദരൻ്റെ പ്രാർത്ഥനയാണ്. ആ കുടുംബത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണേ. ഞാൻ വളരെ കാലമായി ഒരു നല്ല ഭവനം വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ് കുടുംബത്തിൽ. എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കിട്ടുവാനും കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുവാനും നല്ലൊരു ഭവനം വയ്ക്കുവാനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ തൈറോയിഡ് രോഗം മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ജീന എന്ന മകളാണ് ചോദിച്ചിരിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ മകൻ്റെ വിവാഹം നടക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നിയോഗം എഴുതി വയ്ക്കുക. 34 വയസ്സുണ്ട് എൻ്റെ മകന്. പലവിധ ആലോചനകൾ വരുന്നുണ്ട്, പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങളാണ്. ആ മകൻ്റെ തടസ്സങ്ങളെല്ലാം അകറ്റി വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈശോയുടെ പക്കൽ പറഞ്ഞ് നിറവേറ്റി തരണമേ. ഒരു കുഞ്ഞ് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. വീട് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഉയർന്ന ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥന കേട്ട് എൻ്റെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ സാക്ഷ്യമായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളാമെന്നാണ് ആ സഹോദരി പറയുക. ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒത്തിരി കടബാധ്യതയിലൂടെ കടന്നു പോകുന്നൊരു കുടുംബമാണ് എൻ്റേത്. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജോലി തടസ്സമുണ്ട് എൻ്റെ മകന്. ഒത്തിരി ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോകുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. വല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ട്. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം എൻ്റെ മകൻ അനുഭവിക്കുന്നുണ്ട്. മകൻ്റെ തടസ്സങ്ങളെല്ലാം അകറ്റി ഒരു നല്ല ജോലി ലഭിക്കുവാനും വീടിൻ്റെ കടബാധ്യത മാറുവാനും വേണ്ടി വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥനായിട്ട് യാചിക്കുന്നു. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹം നിറഞ്ഞ അച്ഛ, ഞാനൊരു അധ്യാപികയാണ്.
വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. ഞാൻ MA പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു. BEd കഴിഞ്ഞപ്പോൾ എൻ്റെ വിവാഹം നടന്നു. പ്രത്യേകമായിട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടെയാണ് എൻ്റെ കുടുംബം കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഹസ്ബൻഡിൻ്റെ പപ്പ ക്യാൻസർ ബാധിച്ചു മരിച്ചു. അതേ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളാണ്. എന്നും അസ്വസ്ഥതകൾ, സങ്കടങ്ങൾ. എൻ്റെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അകറ്റുവാനും എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യതകൾ തീരുവാനും ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയപ്പോൾ ഒത്തിരി ചിലവുകൾ വന്നു. അതുകൊണ്ട് തന്നെ കുടുംബം ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോവുക. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറിക്കിട്ടുവാനും വേണ്ടിയും എല്ലാ കാര്യങ്ങളും ശരിയാകാനും വേണ്ടിയും പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണമേ. ഇതിനിടയിൽ ഞാൻ 5 പ്രാവശ്യം പ്രഗ്നൻ്റായി. ഒരു കാരണവുമില്ലാതെ അബോർഷനുമായി. ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ ഒത്തിരി സങ്കടവും എൻ്റെ വീട്ടിലുണ്ട്. പലവിധ വൈദ്യപരിശോധനയ്ക്കും നടത്തി. ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ ഒത്തിരി സങ്കടം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. പ്രത്യേകമായിട്ട് അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരു കുഞ്ഞിനെ ലഭിക്കുവാനും വീടിൻ്റെ കടബാധ്യത മാറുവാനും. വലിയൊരു ലെറ്ററാണിത്, 2 പുറവും എഴുതിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ മകളുടെ എല്ലാ സങ്കടങ്ങളും വീടിൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങളും ഒരു കൊച്ചിനെ കിട്ടുവാനും വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രത്യേകമായിട്ട് കാല് പിടിച്ച് അപേക്ഷിക്കുന്നു എന്നൊക്കെ പറയണം. ഏറ്റവും അവസാനം പ്രത്യേകമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കടബാധ്യത മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നിരവധിയായ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തിന് മുമ്പിൽ കടബാധ്യത മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചേട്ടനൊരു ജോലി കിട്ടാൻ വേണ്ടി സഹോദരി എഴുതി വെച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ യൂട്രസിൻ്റെ കംപ്ലയിൻറ്റ് എനിക്കുണ്ട്, അതൊന്ന് മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഇളയ മകന് നടുവിലൊരു മുഴയുണ്ട്, അതിന് ട്രീറ്റ്മെൻറ്റിലാണ്. അത് മാറുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. പപ്പയുടെ ഷുഗറും അസ്വസ്ഥതകളും മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ പപ്പേനെയും അമ്മേനെയും കാത്തുകൊള്ളണമേ. പ്രത്യേകമായിട്ട് ആ മകളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട അച്ഛ, എൻ്റെ അമ്മയുടെ ജോയിൻറ്റ് പെയിൻ മാറുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ എല്ലാ ജോയിൻറ്റിലും ഒത്തിരി വേദനയാണ് എൻ്റെ അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യുവാനും സാധ്യമല്ല. പ്രത്യേകമായിട്ട് എൻ്റെ അമ്മയെ അനുഗ്രഹിക്കണമേ എന്നും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥനായിട്ട് യാചിക്കുന്നു. സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനും ദാമ്പത്യ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ലഭിക്കുവാനും അസ്വസ്ഥതകൾ മാറുവാനും സന്തോഷത്തോടെ ജീവിക്കുവാനും വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ആ മകളുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. ആസ്മ രോഗം മാറുന്നതിന് വേണ്ടിയും കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാനും വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ പേരിതാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. ഒത്തിരി ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. ഇതുവരെ ഒരു കുഞ്ഞിനെ ലഭിച്ചിട്ടില്ല. ഒരിക്കൽ പ്രഗ്നൻ്റായി 3 മാസം കഴിഞ്ഞപ്പോൾ അബോർഷനായിപ്പോയി. ഹാർട്ട് ബീറ്റ്സ് ഇല്ലെന്നാണ് പറഞ്ഞത്. അബോർഷൻ ചെയ്തു. ഇപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും കേൾക്കുമ്പോൾ പേടിയാണ്. അപ്പോഴാണ് അച്ഛൻ്റെ യൂട്യൂബിലെ നൊവേന പ്രാർത്ഥന കാണിക്കാനായിട്ട് ഇടവന്നത്. അതോടൊപ്പം 51-ാം സങ്കീർത്തനം ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുന്നുമുണ്ട്. അച്ഛൻ്റെ യൂട്യൂബിലെ ചാനൽ പറയാറുണ്ട് 51-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്. അതാണ് ഈ സഹോദരി കണ്ടിട്ടാണ് വിളിക്കുക. ആ നൊവേനയിൽ പങ്കെടുത്തിട്ടാണ് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത്. അച്ഛൻ പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരു കുഞ്ഞിനെ കിട്ടുവാനും കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ മാറുവാനും സന്തോഷത്തോടെ ജീവിക്കുവാനും വേണ്ടി അച്ഛൻ എനിക്ക് വേണ്ടിയും എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ എൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പുണ്യവാനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുമുണ്ട്. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ഈശോയുടെ സന്നിധിയിലെ ഈ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിരവധിയായ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ വേദനകളുണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഇതുമായിട്ട് വളരെ സാമ്യമുണ്ട്. ഇനിയുണ്ട് നിയോഗങ്ങൾ കേട്ടോ. എല്ലാം കൂടി വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ് അച്ഛൻ പെട്ടെന്ന് ഓടിച്ചു വായിച്ചത്. പലരുടെയും സങ്കടങ്ങളെല്ലാം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും അവരോടൊപ്പം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. 2-3 പേർ
ഒന്നിച്ചു കൂടുന്നിടത്ത് തമ്പുരാൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്ന നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. തമ്പുരാൻ നടത്തി തരും നമ്മുടെ ആവശ്യങ്ങൾ. അപ്പോൾ ഈ നമ്മുടെ സങ്കടങ്ങളും ഇതിനോട് ചേർന്നതാണെങ്കിൽ നമ്മളും ഈ സങ്കടങ്ങളും കൂടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും. അതോടൊപ്പം ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന അനു തങ്കച്ചൻ, അനുമോൾ ബിജു, കുടുംബത്തിനു വേണ്ടി ബ്രീഡ് മാത്യു പാറേക്കാട്ട്, വിശ്വൽ സേവ്യർ, പ്രിൻസി ജേക്കബ് ഇടശ്ശേരിയിൽ, അന്നമ്മ കൈപ്പള്ളിൽ മേലിൽ, ഉലഹന്നാൻ കുറ്റിക്കാട്ട് ഫാമിലി, എബിൻ ജോർജ് നമ്പിയത്ത്, ഫെലിസിയ ആൻഡ് കുടുംബം, ജോഷിയ സിബി, ആൽഫ്രഡ് സിറിൽ, നദാനിയേൽ ജോസഫ് ടിജു. പ്രത്യേകമായിട്ട് ഈ മക്കളുടെ നിയോഗങ്ങൾ കൂടി ഇവരുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും കൂടി ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഗാനം നമ്മളിപ്പോൾ ആലപിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സങ്കടങ്ങൾ ഓർക്കാം, നമ്മുടെ ആവശ്യങ്ങൾ ഓർക്കാം, നമ്മുടെ വേദനകൾ ഓർക്കാം, നമ്മുടെ എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഓർത്ത് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തണമേ വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരണേ പുണ്യവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ഗാനം ഈ നിമിഷം ഏറ്റവും ഭക്തിയോടെ നമുക്കെല്ലാവർക്കും ആലപിക്കാം. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ, സിദ്ധനാമന്തോനീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സത്യസഭാനഭസിൽ മൽപ്പനായി വിരാജിക്കും അത്ഭുത പ്രവർത്തകൻ അന്തോണീസ് പുണ്യദാതാ. കാണാതാകുന്നതെന്തും കാണിപ്പാൻ കെൽപ്പേഴും നീ, മാലോകർ മാനസത്തിൽ ആശവാളത്തും താതാ. പരീക്ഷാ ജയത്തിനായി നിൻ തുണയാചിച്ചവർ ആരും നിരാശരായി പോയി കേട്ടിട്ടില്ല പിതാവേ. വിവാഹം ദസ്വിനായി പ്രാർത്ഥിക്കും യുവാക്കൾക്ക് ദാമ്പത്യരാമം ചേർന്ന് ജീവിതം നയിച്ചിടാൻ. സന്താനലബ്ധിക്കായി നിൻ മാധ്യസ്ഥം തേടുവോർ തൻ യാചന കേട്ടവരിൽ സംതൃപ്തി ചേർപ്പവനേ. കുടുംബകലഹങ്ങൾ അന്തഛിദ്രങ്ങളെല്ലാം നീക്കി ശാശ്വത ശാന്തി ഗേഹത്തിനേകിടുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ. സിദ്ധനാമന്തോണീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെയും മാതാവങ്കനികയുമായ മറിയത്തിന്റെയും നീതിമാനായ മാറിയോസേപ്പിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സ്തുതികളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപൂർവം സ്വീകരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധ മോഹൻസിനെ മാധ്യസ്ഥം വഴി ഞങ്ങളെ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസിന്
അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ഈ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്ക് ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നൊവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ സഹായവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.